ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് മനോഹരമായ ഒരു ഭാഗമാണ് കാണുന്നത്. അവിടെ ജാതികള് ഹല്ലേലൂയ അവിടെ ഉണങ്ങിയ വിറക് അടുക്കി വെച്ചിട്ട് തീ കത്തുവാൻ വേണ്ടി ഹല്ലേലൂയ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ അവിടെ ചെയ്തത് എന്തെന്ന് നോക്കിക്കേ. അവൻ ഹോമയാഗം ഒരുക്കിയിട്ട് അതിനുമേൽ വെള്ളം ഒഴിക്കുവാൻ കൽപ്പിച്ചു അത്രേ. അവൻ അതിനുമേൽ വെള്ളം ഒഴിക്കുക, തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന് വിറകിന്മേലും ഒഴിപ്പാൻ പറഞ്ഞു അത്രേ. അത് ഒരു പ്രാവശ്യമല്ല, രണ്ടാം പ്രാവശ്യം അത് ആവർത്തിക്കുവാൻ പറഞ്ഞു അത്രേ. മൂന്നാം പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുവാൻ പറഞ്ഞു അത്രേ. ആ വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകുവാൻ തുടങ്ങി അത്രേ. വെള്ളം യാഗപീഠത്തിന് അരികിലൂടെ ഒഴുകുക എന്ന് പറഞ്ഞാൽ അത് കുതിർന്ന് സോക്കായി എന്നത്രേ അതിനർത്ഥം. അത് ഓവർഫ്ലോ ചെയ്യുവാൻ തുടങ്ങിയത്രേ. അപ്പോൾ അവൻ തൊട്ടിലും വെള്ളം നിറച്ചു വെച്ചു അത്രേ. എന്നിട്ട് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. പല കാര്യമേഖലകളിലൂടെ നീ സഞ്ചരിച്ചു, അവിടെ എല്ലാം പരാജയത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടു. നീ തുറക്കുവാൻ ആഗ്രഹിച്ച വാതിലുകളെല്ലാം നിനക്ക് മുന്നിൽ അടയപ്പെട്ടു. ഓ എന്നാൽ ഹല്ലേലൂയ അവിടെ ഒന്നും ഹല്ലേലൂയ നീ ഹല്ലേലൂയ മടുത്തു പോകാതെ ശ്രമിച്ചത് കൊണ്ട് ലോകം ഇനി ഹല്ലേലൂയ നടക്കത്തില്ല എന്ന് പറഞ്ഞ് മുദ്ര വെച്ച മേഖലകൾക്ക് മേല് ഞാൻ യഹോവ തന്നെ എന്ന് ജനം അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു. ഇതുവരെ നടക്കാത്ത ആ പ്രശ്നങ്ങൾക്ക് മേലെ വിഷയങ്ങൾക്ക് മേല് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാൻ പറയുന്നു. അതേന്ന് നീ തീക്കനലുമായി പോകണ്ടെന്ന് നീ വെള്ളം ഒഴിച്ചു നോക്കിക്കേ. വെള്ളത്തിന് അകത്തും തീ കത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. അതെ ദൈവ പൈതലെ, നീ വെള്ളം ഒഴിച്ച് അതിന് മേലെ കത്തിച്ചു വെച്ച് നോക്കിക്കേ. അത് ആളെ കത്തുന്ന ദിവസങ്ങൾ അത്രേ.